ഈ മുക്താദർ ജുവലറിയിലെ ED റെയ്ഡുകളും അതിൻ്റെ തുടർ വാർത്തകളും അതുമൊക്കെ എന്തിനായിരുന്നു എന്നത് ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സംശയം തോന്നാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. അന്ന് ED വളരെ ആവേശപൂർവ്വം ഇക്കാര്യത്തിലൊക്കെ റെയ്ഡ് നടത്തുന്നു എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെയാണ് വന്നതെങ്കിലും പിന്നീട് അതിനോട് മുക്താദറിൻ്റെ മുതലാളി പ്രതികരിച്ചത് അതതിൻ്റെ ചില പേപ്പറുകളൊക്കെ കൊണ്ടുപോയി ആ പേപ്പറുകൾ ഈ പേപ്പറുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്ന ചില ന്യായങ്ങളിലൂടെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് അതിനെ സംബന്ധിച്ച് സംഗതികളൊന്നും കേട്ടില്ല. ഇപ്പോൾ എൻ്റെ ബലമായ ഒരു തോന്നൽ, ഒരു വിശ്വാസം, സംഗതി ഇതെല്ലാം കൂടി മുക്കുന്നതിന് ഒരു കാരണമാക്കി തീർക്കാൻ വേണ്ടി നടന്നതാണോ ഈ ED റെയ്ഡ് എന്നൊക്കെ പറയുന്ന സംഗതി? അതതിൻ്റെ ഗ്രാവിറ്റിയിൽ നടന്നോ, അതോ ഈ കാരണം കൊണ്ടാണ് ഇത് അടച്ചു പൂട്ടാൻ പോകുന്നത് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണോ നടന്നത് എന്നൊരു സംശയം ബാക്കിയില്ലാതില്ല. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഏതൊരു വ്യാപാര സ്ഥാപനമായാലും അത് നടത്തുമ്പോൾ ഒരാൾക്ക് ലാഭവിഹിതം കൊടുക്കണമെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വില, ലാഭം നഷ്ടം, അതിലൂടെയുള്ള തുക ചെലവാക്കലുകൾ, അത് വിനിയോഗിക്കുന്ന രീതി, ഇതൊക്കെ കാണുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ കൂടെ നിന്നവർ പലരും നിലവിളിക്കുന്നുണ്ടെങ്കിലും ഈ കൂടെ നിന്ന് നിലവിളിക്കുന്നവരൊക്കെ ഇപ്പോൾ തലയൂരാൻ വേണ്ടി നിലവിളിക്കുന്നതാണ്. കാരണം അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാം ഈ പറഞ്ഞതുപോലെ എന്താണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന്. നമ്മളാരും വിചാരിക്കുന്നത് പോലെ ഈ സ്വർണ്ണ വ്യാപാരം, സ്വർണ്ണക്കട എന്നൊക്കെ പറയുന്നത് വളരെ പ്രകടമായി ഒരു പലചരക്കുകട നടത്തുന്നത് പോലെ നടത്തുന്നൊരു ബിസിനസ്സല്ല. ഇത് ആഗോള മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാകയാൽ ആ വിലയുടെ പ്രഡിക്ഷൻ, അതിൻ്റെ കയറ്റിറക്കങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി, അതിനായിട്ട് ആവശ്യമായ മുദ്രകൾ, ഇതൊക്കെയും വളരെ എക്സ്പെർട്ടൈസായിട്ടുള്ള ഒരാളുകൾക്കേ മാനേജ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ ഇപ്പം മൻസൂർ മുതലാളിയുടെ കടയിൽ ചെല്ലുന്നവരെല്ലാം അന്താരാഷ്ട്ര മാനേജർമാരും ഗ്ലോബൽ മാനേജർമാരും ഒക്കെയാണ്. അവരും സ്വർണവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നതോ സ്വർണം പുരുഷന്മാർ ധരിച്ചുകൂടാ, അത് ശരിയല്ല, അത് ഹറാമാണെന്ന ഉറച്ച ഇസ്ലാം മത വിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ് ഈ മേഖലയുമായി ചെന്നത്. എന്ന് വെച്ചാൽ സ്വർണം കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ വമ്പന്മാരായി മുന്നിൽ വന്നത്. അപ്പോൾ മൻസൂർക്ക് അവരെ കൊണ്ടുവച്ചത് എന്തിനായിരിക്കും? സ്വർണ്ണ വ്യാപാരം നടത്താനാണോ? അല്ല. അവരെ കൊണ്ടുവച്ചത് അവരിൽ പലരും കുതിയന്മാരും ഇതുപോലെയുള്ള ആർത്തിക്കാരുമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത്തരം ആർത്തിക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുവന്നതിൻ്റെ തലപ്പത്ത് വെക്കുകയായിരുന്നു. അല്ലാതെ ഇവരും സ്വർണവും തമ്മിലുള്ള ബന്ധം കടലും കടലക്കയും പോലുള്ള ബന്ധം മാത്രമാണുള്ളത്. അങ്ങനെ കൊണ്ടുവന്നിരുത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് കൂടി കമ്മീഷൻ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ ഈ മുക്താദർ സ്വർണ്ണക്കടയിൽ നടന്നത് സ്വർണ്ണ വ്യാപാരമല്ല, ഈ പണക്കൊയ്ത്താണ് നടന്നത്. അതിന് ഏതെല്ലാം ആകർഷണീയമായ ഓഫറുകൾ വെച്ച ആളുകളുടെ കൊയ്തെടുക്കാമോ അതെല്ലാം കൊയ്തെടുത്തു. അതിന് പല മാർഗങ്ങൾ തേടി. കൊടുക്കുന്നവർക്ക് ഇത്ര ലക്ഷം രൂപ, നോക്കിക്കൊണ്ട് നിൽക്കുന്നവന് ഇത്ര ലക്ഷം രൂപ, അത് കൊണ്ടുവരുന്ന വണ്ടിയിലെ ഓട്ടോക്കാരനും കാറിൻ്റെ ഡ്രൈവർക്കും ഇത്ര ലക്ഷം രൂപ. എന്തൊരു മഹാനുഭാവലുമാണ് മൻസൂർക്ക. വല്ല അധ്വാനിച്ചുണ്ടാക്കിയതോ, നമ്മൾ നാടനാളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദേണ്ണിച്ച കാശാണെങ്കിലല്ലേ നമുക്ക് നോവേണ്ടതുള്ളൂ. ഇതങ്ങനെയുള്ള കാശല്ലല്ലോ, വല്ലവനും കൊണ്ട് തരുമല്ലേ അടവക്കാൻ. അത് വാങ്ങി യഥേഷ്ടം എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. എന്നിട്ട് വരുന്നവർക്കൊക്കെ സ്വർണ്ണ വ്യാപാരത്തിന് നിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത വേണം. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരുപാട് സ്വർണ്ണക്കടയുണ്ട്. എനിക്ക് ആ വ്യവസായവുമായി ഒരു ബന്ധവുമില്ല, ഞാനങ്ങനെ കയറിയിട്ടുമില്ല. പക്ഷേ അവിടുത്തെ മാനേജർ ആരാന്നൊക്കെ ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരൻ്റെയോ അതിൻ്റെ പർച്ചേസറുടെയോ ഒക്കെ ജോലി വളരെ വളരെ സ്പെസിഫിക്കാണ്. അവരതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വളരെ ഡെപ്തിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാവുന്നവരാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മുതലാളിമാരായതെല്ലാം നമുക്കറിയാവുന്ന ആളുകളാണ്, സ്വർണ്ണ വ്യവസായം അറിയാവുന്ന ആളുകളല്ല. ഏതായാലും അങ്ങനെ ഇത് കൊണ്ടു നടന്ന് കുറേ സ്വർണ്ണക്കടകളായി. പിന്നെ അടുത്ത എന്താ പറഞ്ഞത്? മാർജിൻ ഫ്രീ. പിന്നെ അതിൻ്റെ അടുത്ത ബഹിരാകാശ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ED വന്നത്. ED വന്നു എന്ന് വാർത്ത വരുന്നത്, അല്ലെങ്കിൽ ED എവിടെങ്കിലുമൊക്കെ കയറിയത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് മൻസൂർക്ക പ്രതിസന്ധിയിൽ നിന്ന് മുക്തനായി. കാരണം പുള്ളി വളരെ മിടുക്കോടെയും കഴിവോടെയും കൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാണ്ട് ED കയറി 10,500 കോടി രൂപ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയാമല്ലോ, അല്ലെങ്കിൽ അത് പിടിച്ചു, വ്യവസായം നിന്നു എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നടത്തിയ നാടകമായിരുന്നോ എന്ന് ഒരു സംശയം ഇപ്പോൾ ഇത് മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോൾ എനിക്കില്ലാതില്ല.